വ്യാപാരി വ്യവസായ സെക്രട്ടറി പേരെന്താ? എന്റെ പേര് പുഷ്പരാജൻ, കിളിമാനൂർ വ്യാപാരി വ്യവസായ ജനറൽ സെക്രട്ടറി. ഒറ്റ ചോദ്യം, അങ്ങ് വിവാഹത്തിന് കുട്ടികളൊക്കെ ഉള്ള ആളല്ലോ ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോ നമ്മുടെ ഈ വെഞ്ഞാറമൂടി ചെന്നപ്പോഴേ അപ്പാന്റെ ഉമ്മയെ കണ്ടു. അപ്പൊ നമ്മൾ അവർക്കിപ്പോ അവരുടെ വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. സുഖമായാലും പോകാൻ പറ്റില്ല, അനാഥാലയത്തിലാണ്. അപ്പൊ അവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പൊ അതിനെതിരെയാണ് ഒരു പ്രേക്ഷകൻ ഇങ്ങനെ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. അമ്മയെ തല്ലിയാലും 2 വർഷം ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അങ്ങയുടെ വ്യാപാരി വ്യവസായം പറയാൻ പറ്റില്ല. ഈ ഷെമിയുടെ കാര്യത്തിൽ അങ്ങയുടെ ഒരു അഭിപ്രായം എന്താ? ഷെമിയുടെ കാര്യത്തില് അല്ല, ഞാൻ വീട് വെച്ചു കൊടുക്കാനുള്ള തീരുമാനം തെറ്റാണ്. നമ്മളിപ്പോ വീട് വെച്ചു കൊടുക്കാനുള്ള തീരുമാനം, വീടും കുടികിടപ്പില്ല. അവർക്ക് 65 ലക്ഷം രൂപ വരെ കടത്ത് ബാധ്യതയിൽ വന്നാണ് ആ മരണം സംഭവിച്ചെന്നാണ് ആ കുറ്റം ചെയ്ത പ്രതി പറയുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മൾ വീട് വെച്ച് കൊടുക്കുക തന്നെ വേണം. അതിലൊരു മാറ്റവും ഇല്ല. അപ്പൊ അത് 24 ചാനല് ഇവിടെ അല്ലല്ല, എനിക്ക് അതിനോടനുബന്ധിച്ച് പറഞ്ഞ അത് അങ്ങനെ തന്നെ പൂർണ്ണമായി. അപ്പൊ അതിനോട് എനിക്കൊരു പറയാനുള്ളത്, നമ്മളെ 24 ചാനലിലേക്ക് നേരം 24 ചാനൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ശ്രീകണ്ഠൻ നായരെ കാണാതിരിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ പ്രഭാത കാര്യം. അതുപോലെ തന്നെ എന്റെ ബഹുമാനപ്പെട്ട അദ്ദേഹം എന്താ ഭയങ്കര ഈ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് അടിച്ച് മിന്നേണ് പ്രവർത്തിയത്തിൽ എന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീരമാണ്. അപ്പൊ നമ്മുടെ ഈ കിളിമാനൂർ കിളിമാനൂർ വന്ന് ഉണ്ടാക്കി സാർ. അപ്പൊ നമ്മളെ 2 ലേഡി, ഒരു ലേഡീനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരണമായിരുന്നു. അവര് വാർത്ത എന്താ വാർത്ത? ശ്രീകണ്ഠൻ നായർ ഇവിടെ വരുന്ന സമയത്ത് വളരെ ഇന്നലെ ഞാൻ വരുമെന്ന് പറഞ്ഞ് ടൈം പറഞ്ഞില്ല. ഞാൻ വേറെ ചില അത്യാവശ്യ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ വരാൻ താമസിച്ചില്ല. ആദ്യം ക്ഷമ ചോദിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ കിളിമാനൂരുള്ള പ്രദേശത്ത് ഈ മാതിരിയുള്ള വ്യാജ പിന്നെ ഈ മാതിരിയുള്ള മയക്കുമരുന്നുകൾ പാരമ്പര്യം ഒരു ദിവസം. ഒറ്റ ചോദ്യം, വ്യാപാരി വ്യവസായ സംഘടന സെക്രട്ടറി എത്ര പേര് സംഘടനയിലുണ്ട്? 600 പേര്. 600 പേരിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മയക്കുമരുന്ന് നമ്മുടെ അറിവിൽ വ്യാപാരി വ്യവസായികളൊന്നും അങ്ങനെ അന്വേഷിക്കണം. ചേട്ടൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല. ചേട്ടൻ അന്വേഷിക്കണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തടയണം. അതല്ല, ഈ പഞ്ചായത്തിന്റെ ആയാലും പോലീസിന്റെ ആയാലും ഏത് ക്ലാസുകൾ വന്നാൽ വ്യാപാരി വ്യവസായി മുൻപന്തി നിന്നുകൊണ്ടാണ് കിളിമാനൂരിൽ ഉണ്ടാകുന്നത്. അതിൽ എല്ലാ കാര്യങ്ങളും വ്യാപാരി സമൂഹം അവരെ കൂടെ തന്നെ കാണും. അതിനോടനുബന്ധിച്ച് 2-ാം തീയതി ഇവിടെ ഒരു വലിയ പ്രക്ഷോഭ ലഹരിവിരുദ്ധ ജാഥ നടക്കുന്നുണ്ട്. ഉറപ്പ് 100%. ഒരു വ്യാപാരി പോലും. അത് മാത്രമല്ല, നമ്മളെ വ്യാപാരികളുടെ ഈ പഞ്ചായത്ത് മെമ്പറാണ് എല്ലാ കാര്യത്തിലും ബന്ധപ്പെടുന്നതാണ് പഞ്ചായത്ത് മെമ്പർ. പഞ്ചായത്ത് മെമ്പർ അറിയാത്ത കാര്യം കടയിൽ അത് നിരോധിക്കാനുള്ള സർവ്വ ഞങ്ങൾ ഉണ്ടാവും. ചേട്ടനോട് നമ്മളുണ്ട്. അപ്പൊ ഈ കിളിമാനൂർ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാ വിജയ. മാത്രമല്ല നമ്മുടെ നക്സലൈറ്റ് ആക്രമണ കാലത്തൊക്കെ ഇതിനടുത്താണ് ഈ നഗരൂർ കുമ്മിൾ എന്നൊക്കെ പറയുന്ന കൊലപാതകം. ഒരു നമ്പൂതിരിയെ കെട്ടിയിട്ട് തലയർത്തതൊക്കെ ഇവിടെയാണ്. അത് ഈ നഗരൂരാ. അപ്പൊ അതൊക്കെ ഇതിനടുത്താണ്. രാജാരവിവർമ്മ ഭയങ്കര കലാകാരന്മാരുടെ നാടാണ് രാജാരവിവർമ്മ. മാത്രമല്ല വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങാനുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഈ കിളിമാനൂർ കൊട്ടാരത്തിൽ വന്ന് അത്താഴം കഴിച്ചു എന്നാണ്. അത് കഴിഞ്ഞാണ് അദ്ദേഹം കുണ്ടറയ്ക്ക് പോയി അവിടെ ഒരു കുണ്ടറ വിളംബരം നടത്തിയത്. അപ്പൊ അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട് ഈ കിളിമാനൂരിന്, അല്ലേ? നമ്മള് അപ്പൊ അവിടെ ലഹരിക്കെതിരെ കാര്യമായിട്ട് അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നത്, ഈ നമ്മൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ പല വീടുകളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചേട്ടാ എന്തൊക്കെയാ വിശേഷങ്ങൾ? ചേട്ടാ സുഖമായിരിക്കുന്നോ? ചേട്ടന്റെ പേരെന്താ? മടവൂര്. ബാഗ് കുറച്ച് പൈസ വല്ലതാണോ? വേണേ തരാം. എന്തിനാ ചേട്ടാ പൈസ? നമ്മുടെ നാട് നന്നാക്കി കിടന്നാ പോരെ. നമുക്ക് ഒരുപാട് പണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, അല്ലേ ചേട്ടാ? ഓക്കെ.